നീ ഇവിടെ നിൽക്കായിരുന്നു. എന്തിനാ വന്നത്? അവിടെ തന്നെ അങ്ങ് താമസിക്കാൻ പാടില്ലായിരുന്നോ? എന്തായാലും മനസ്സിലിരിപ്പ് പോലെ എല്ലാം നടന്നില്ലേ? സന്തോഷായില്ലേ? ഗംഗേ, ഇനിയെങ്കിലും മതിയായിക്കൂടെ നിനക്ക്? എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ? ആരോടാ നീ കലഹിക്കുന്നത്? എന്നോട് തന്നെ. എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിക്കല്ലേ? നിന്നെ ആര് തോൽപ്പിച്ചു എന്നാ? ഞാനോ? അതോ ഗിരിയോ? അതോ ശാലിനിയോ? ഇല്ല ഗംഗേ, ഒക്കെ നിന്റെ വെറും തോന്നലുകളാ. നീ ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ. എങ്ങനെ എങ്ങനെ ജയിക്കണമെന്ന്? ഭർത്താവിന്റെ കാമുകിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ പാദസേവ ചെയ്യണമെന്നോ? അതും അല്ലെങ്കിൽ ആങ്ങളയുടെ മരണത്തിന് പോലും കാരണക്കാരിയായേക്കാവുന്ന ഒരുത്തിക്ക് വേണ്ടി സ്തുതി പാടണമെന്നോ? പറ, എങ്ങനെയാ ഞാൻ ജയിക്കേണ്ടത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, ഇപ്പൊ പറയാനും കേൾക്കാനും ഒക്കെ വേറെ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിന്? ഗംഗ ഉദ്ദേശിക്കുന്ന തരത്തിൽ എനിക്ക് അങ്ങനെ വേറെ ആരുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പിന്നെ ഗംഗ പറയുന്നത് രേണുകയെ കുറിച്ചാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ആ ഓർമ്മകൾ പോലും ഇനി എന്നെ സ്പർശിക്കില്ല. പ്രോമിസ്. ഗംഗയെ നമുക്കും ജീവിക്കണം, പരസ്പര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ. അതുപോലെ ഗിരിയേയും ശാലിനെയും ജീവിക്കാൻ അനുവദിക്കുകയും വേണം. ദാ നോക്ക്, ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ ഗംഗെ. അതിങ്ങനെ കലഹിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദാ, പഴയതൊക്കെ നമുക്ക് മറക്കാം. എനിക്ക് എന്റെ പഴയ ഗംഗ വേണം. ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. മരുന്ന് കൊണ്ട് മാത്രമായില്ല, രോഗം മനസ്സിനാണല്ലോ. ശരീരത്തെ ബാധിക്കുന്ന ഏത് രോഗങ്ങളും കണ്ടുപിടിച്ച് ചികിത്സ നിർണ്ണയിക്കാനുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ. രോഗിയുടെ മനോനില തകരാറുകളാകാനുണ്ടായ സാഹചര്യം എന്തെന്ന് രോഗിയെ കൊണ്ട് തന്നെ പറയിക്കണം. അതത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നതല്ല. ഡോക്ടർ പറയുന്നത് സാവകാശം ആവശ്യമാണ്. ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് പേഷ്യന്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡീപ്പ് ഒബ്സർവേഷൻ. ഞങ്ങൾ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റിന്റെ റൈറ്റ് വേയിലേക്കുള്ള സ്പാർക്ക്, അത് പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ നമുക്ക് വീണ് കിട്ടണം. ഏതാണ്ട് 90% അങ്ങനെ തന്നെ സംഭവിക്കാറുള്ളതും. അത് പേഷ്യന്റിന്റെ കൂടെയുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ എങ്ങനെ? മാഡം പറഞ്ഞ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ രേണുക ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും. അല്ലേ? ഒരുപക്ഷെ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുവാനുണ്ടായ സാഹചര്യത്തിൽ നിന്നാവാം രേണുക ഇങ്ങനൊരു സ്റ്റേജിലായത്. അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. രേണുകയെ മദർ മാർഗരറ്റും മറ്റും കാണുമ്പോൾ ഈ അവസ്ഥയിലായിരുന്നു. പ്രസവിച്ചത് കൂടി രേണുകയ്ക്ക് അറിയില്ല. പക്ഷേ മദറും മറ്റും കാണുമ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്നില്ലേ? ഒരുപക്ഷെ ആ ആക്സിഡന്റ് ആഘാതത്തിൽ നിന്നാണെങ്കിൽ കൂടിയും താൻ ഗർഭിണിയായിരുന്നുള്ള ബോധം ഉപബോധ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടാവില്ലേ? അതിനുശേഷം ഒരിക്കൽ പോലും രേണുക നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ഡോക്ടർ. പിന്നെങ്ങനെ? അത് മദർ മാർഗരറ്റും മറ്റും രേണുകയെ അഗതി മന്ദിരത്തിലാക്കുന്നത് വരെയുള്ള അറിവ് മാത്രമാണല്ലോ. അവിടെ നിന്ന് കാണാത്തതിന് ശേഷം സിസ്റ്റർ വിമലയുടെ കൈകളിൽ രേണുക എത്തുന്നത് വരെയുള്ള സമയം, അതത്ര ചെറിയ കാലയളവുമായിരുന്നില്ല. അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ അതിനിടയിൽ എപ്പോഴെങ്കിലും ബോധമണ്ഡലത്തിലേക്ക് മടങ്ങി വന്നിരിക്കാം.
താൻ പ്രസവിച്ചു എന്ന തിരിച്ചറിവ് ഉണ്ടായെന്നും വരാം. കുഞ്ഞിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി വീണ്ടും രേണുകയുടെ മനോനില തകർത്തിരിക്കാം. അങ്ങനെയും സംഭവിച്ചുകൂടായില്ലല്ലോ. അഥവാ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ കുഞ്ഞിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു മാർഗം കൂടെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. എന്താണ് ഡോക്ടർ? ആ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഒരാളുണ്ടല്ലോ. മാഡം പറഞ്ഞ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ അയാളിൽ നിന്നുള്ള പുറന്തള്ളലിൽ നിന്നാണല്ലോ രേണുകയുടെ ജീവിതത്തിൽ താളപ്പിഴകൾ തുടങ്ങിയത്. ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അതെ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദിനെ കുറിച്ച് തന്നെയാണ്. അയാളെ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടാൽ ഒരുപക്ഷേ. ഡോക്ടർ എന്താ ഈ പറയുന്നത്? രേണുക ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി അയാളാണ്. അയാളെ വീണ്ടും കാണാനിടയായാൽ അതൊരു പക്ഷേ അപകടം നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്ന പോലെയാകും. മറിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയാലോ? എങ്ങനെ? പേഷ്യന്റ് റിയാക്ട് ചെയ്യുന്നതാണ് മുഖ്യം. അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, അയാളെ കാണുമ്പോൾ ഒരുപക്ഷെ രേണുക റിയാക്ട് ചെയ്താൽ അതൊരു ബെറ്റർ സൈനാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ വഴിക്ക് ഒന്നുകൂടി ചിന്തിച്ചാലോ? മിസ്റ്റർ ശ്യാം, തിരക്കിലാണോ? ഞാൻ ശ്യാമിനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ശ്യാമിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് വല്ല കേസിന്റെയും കാര്യമാണെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് പോകാം. കേസിന്റെ കാര്യമൊന്നുമല്ല, പിന്നെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തിപരമായ കാര്യമോ? അതെന്താണ്? പറയാം, പക്ഷേ നോ എന്ന് മാത്രം പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. രേണുകയുടെ കാര്യമാണ്. രേണുകയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഡോക്ടർ കെയത്താണ് ചികിത്സിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഡോക്ടർ നല്ല പ്രതീക്ഷയിലാണ്. വേണ്ടപ്പെട്ടവരായി രേണുകയ്ക്ക് ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ലാത്ത സാഹചര്യത്തിൽ മിസ്റ്റർ ശ്യാം വിചാരിച്ചാൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ വിചാരിച്ചാൽ എന്ത് മാറ്റം ഉണ്ടാക്കാനാ? മറ്റൊന്നും വേണ്ട, ശ്യാം ജസ്റ്റ് അവിടെ വരെ ഒന്ന് വന്നാ മതി. അല്ല, വേറൊന്നും കരുതണ്ട. ശ്യാമിന്റെ പ്രസൻസ് കൊണ്ട് രേണുകയിൽ എന്തെങ്കിലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചാൽ വിജയിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. ശ്യാം ഒന്നും പറഞ്ഞില്ലല്ലോ. രേണുകയുടെ വിഷയത്തിൽ ഞാനും ശ്യാമിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പരുഷമായി സംസാരിച്ചിട്ടുമുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം രേണുക ഈ അവസ്ഥയിലായതിന്റെ പിന്നിലെ ഉത്തരവാദിത്വം ശ്യാമിൻ്റേത് മാത്രമാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനോ ശ്യാമിനെ കുറ്റപ്പെടുത്താനോ രേണുകയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനോ വന്നതല്ല ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാ. നിരാലംബയായ ഒരു പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ശ്യാം വരുമെന്ന് ഞാൻ പറഞ്ഞോട്ടെ? സാറിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലാണ് ബഷീർ വെള്ളം കുടിച്ചുപോയത്. അവനത് തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പരമേശ്വരൻ വക്കീലിൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. വെളറി വെളുത്ത്. ഓ, എത്ര നാളാടോ സത്യത്തെ വളച്ചൊടിച്ചും കള്ളസാക്ഷി പറയിച്ചുമൊക്കെ കേസ് ചെയ്യിപ്പിച്ചെടുക്കുക? കുറച്ചൊക്കെ നേരും നെറിയൊക്കെ വേണ്ടേ? അത് നേരാ. ഇത് ശ്യാം സാറിൻ്റെ ബൈക്കല്ലേ? പോയോ? ശ്യാം സാർ ഇതുവരെ പോയില്ലേ? നേരത്തെ പോകുന്നെന്നാണല്ലോ പറഞ്ഞത്. ഇത് ആ നിൽക്കുന്നത് ശ്യാം സാറല്ലേ? ഓഹോ, ആ താൻ ഓഫീസിലോട്ട് വയ്ക്കോ, ഞാൻ വന്നോളാം.
ആ ശ്യാം, ആ ശരി സാർ, ഓക്കെ. എന്നതാടോ താനിതുവരെ പോയില്ലേ? അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് തിരക്കിട്ട് പോയിട്ട് ഞാൻ സാറിനൊന്ന് കാണാൻ വേണ്ടി നിന്നതാ. അത് കൊള്ളാമല്ലോ. എന്നോട് യാത്രയും പറഞ്ഞു പോയതല്ലേ താൻ, പിന്നെന്താ ഒരു ചേഞ്ച്? അത് എന്നതാടോ? ആ അരുന്ധതി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അരുന്ധതി മേനോനോ? എന്നതാ കാര്യം? അത് ഞാനൊന്ന് അവിടം വരെ ചെല്ലണമെന്ന്. താലോലത്തിലേക്കോ? എന്നാത്തിനാ? ഡോക്ടർ കേത്ത് പറഞ്ഞിട്ടാണത്രേ രേണുകയെ ഇപ്പൊ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അയാളാണ്. എന്നെ കണ്ട ചിലപ്പോ രേണുകയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്നു. ഞാൻ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുക. ഗംഗയോട് ഞാൻ പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ വീണ്ടും ഇല്ല സാർ, എനിക്ക് പോവാൻ കഴിയില്ല. ശ്യാം, തന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ താൻ മൂലം ആ കുട്ടിക്കൊരു ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേടോ. മറ്റാരും അറിയണ്ട, താൻ പോണം. വേറൊന്നും ചിന്തിക്കുകയും വേണ്ട. ഏതോ ഒരു പെൺകുട്ടി, അങ്ങനെ കരുതിയാൽ മതി. എന്നാലും കൂടുതലൊന്നും ചിന്തിക്കേണ്ട താൻ. ഛേദമില്ലാത്ത ഒരു ഉപകാരം അത്രയെങ്കിലും തനിക്ക് ചെയ്തുകൂടെടോ.